ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അത് രാവിലെ കേട്ടോ ഒരു 7:30 സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാട്ടോ ഗൈസ്. ഞങ്ങൾ മണ്ണൂർ വളവിലുള്ള നീതി മെഡിക്കൽ ലാബിലേക്ക് പോവുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ബ്ലഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാണ്ട് കേട്ടോ, അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. എനിക്ക് കുറച്ച് ദിവസമായിട്ട് കാലിനും കൈക്കൊക്കെ ഒരു വേദന കേട്ടോ. കൈയിൻ്റെ പത്തിക്കൊക്കെ എനിക്ക് ആദ്യമേ ഉണ്ട് യൂറിക് ആസിഡും കുറച്ച് കൊളസ്ട്രോളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിച്ചിട്ട് അത്ര വലിയ മാരക രോഗത്തിന് ടെസ്റ്റ് ചെയ്യാനൊന്നും പോവല്ല. നമ്മുടെ ക്ഷീണം കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എന്താണെന്നൊന്ന് അറിയാനാട്ടോ. അപ്പോൾ ഇതാ മണ്ണൂർ വളവിലെ നീതി ലാബിലെത്തി. അപ്പോൾ നമ്മളിവിടേക്ക് ഒന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉള്ളിൽ ഒരാളെ ബ്ലഡ് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളവിടെ ഷീറ്റൊക്കെ കൊടുത്തിന്. അപ്പോൾ രാവിലെ മണ്ണൂർ വളവിൻ്റെ ഒരു അവസ്ഥയായിട്ടത്. ആളുകളൊക്കെ പരക്കമ്പാച്ചിൽ തുടങ്ങിയാണ്. ഷോപ്പുകളൊന്നും വല്ലാണ്ട് ഓപ്പൺ ആയിട്ടൊന്നുമില്ല. 8 മണിയൊക്കെ ആവണേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ മൊബൈൽ വാങ്ങിയ ഷോപ്പാണ് കേട്ടത്, സാംസങ്. അവിടെ നിന്നാണ് ഈ മൊബൈൽ, ഞാനിപ്പോൾ വീഡിയോ എടുക്കണം മൊബൈൽ വാങ്ങിയത്. അപ്പോൾ സിനേട്ട അവിടെയുള്ള ടെസ്റ്റുകളും ഡോക്ടർമാർ വരുന്നതിൻ്റെ സമയം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അവിടെ ആളുകൾ ബില്ലാക്കിക്കൊണ്ടിരിക്കണ്ടേ. അപ്പോൾ ഇനി അടുത്ത ഊഴം എൻ്റേതായിട്ട് ഉണ്ട്. അപ്പോൾ എന്നെ വിളിക്കുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് ചെന്നാൽ മതി. അപ്പോൾ എനിക്ക് ഇവിടെ നിന്നും ടെസ്റ്റ് ചെയ്യണം, പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്നും. അങ്ങനെ ഗൈസ് എൻ്റെ ഊഴമായി. ഞാൻ ആകെ തണുത്ത് മരവിച്ചിട്ടാട്ടെ ഈ ഇരിക്കുന്നത്. ഭയങ്കര പേടിയാണ് ഗൈസ്. ഇത് വീഡിയോക്ക് വേണ്ടിയുള്ള കോപ്രായങ്ങളൊന്നുമല്ല, ഇനി ആരും അത് വിചാരിക്കേണ്ട. എനിക്ക് ഈ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് നല്ല പേടിയുള്ളൊരു സാധനമാണ്. ചെറുപ്പം മുതലേ എനിക്കിതിനോട് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാനിതാ നല്ല ധൈര്യം സംഭരിച്ചിട്ടൊക്കെയാണ് ഈ നിൽക്കണത്. പക്ഷെ എത്ര ധൈര്യം സംഭരിച്ചാലും എനിക്ക് ആ സംഭവം കാണുമ്പോൾ നല്ല പേടിയാണ്. ഇത് എന്താവോ എന്താ പറയുക, എല്ലാവരും കളിയാക്കും, എന്നാലും പറയാം എനിക്ക് ഈ സംഭവം ആജീവനാന്തം പേടിയുള്ളൊരു സാധനം. എന്നാലും നിവർത്തിയില്ലാതെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ മുന്നേയും ഞാൻ ഇവിടെ തന്നെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ചേച്ചി പറയുകയും ചെയ്ത്, ഇത് നമ്മൾ അന്ന് ചെയ്തതല്ലേ, അന്ന് ഞാൻ ഇതേപോലെ ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നോട് പറയാം എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്നൊക്കെ എന്നോട് വർത്താനം പറഞ്ഞുകൊണ്ടൊക്കെ അത് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നമ്മൾ ഇവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തതല്ലേ എന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ. ഞാൻ ആന്നും പറഞ്ഞു. അത് കുത്തുമ്പോഴുള്ള ഒരു വേദന ഉണ്ടല്ലോ ഗൈസ്, നമ്മളെ തൊലി പൊട്ടിയപ്പോഴുള്ള ആ ഒരു വേദന, ഇങ്ങൾക്കിത് കാണുമ്പോൾ വലിയ രസമായിരിക്കും, പക്ഷേ എനിക്ക് നല്ല വേദന ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്ന് കഴിഞ്ഞ് ഇനി അടുത്ത ഊഴം അപ്പുറത്തെ ആശുപത്രി പോയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ ആശുപത്രി പോകാമെന്ന് പറഞ്ഞാൽ ചാലിയം വരെ എത്തണം. അവിടെ ഇല്ലെങ്കിൽ അത് നമ്മൾ പുറത്തുനിന്ന് തന്നെ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ബ്ലഡൊക്കെ എടുത്ത്. അങ്ങനെ ഇനി ഞങ്ങൾക്ക് ആശുപത്രിയിലേക്ക് പോകണം. അപ്പോൾ സിനേട്ടനാണ് വീഡിയോ എടുക്കണ ആൾ, ക്യാമറാമാൻ. അപ്പോൾ ഇങ്ങനെ വണ്ടി അപ്പുറത്തെ സൈഡിൽ നിർത്തിയിട്ടുണ്ടേ, അങ്ങോട്ടേക്ക് പോകണം. അങ്ങനെ വീണ്ടും വണ്ടിമേൽ കയറി ഞങ്ങൾ ചാലിയത്തേക്ക് പോവാണ്. ആശുപത്രീൻ്റെ അടുത്ത് തന്നെ ഒരു ലാബുണ്ട്. അപ്പം ആശുപത്രിയിൽ ഇല്ലാത്ത ടെസ്റ്റ് അവിടെ ചിലപ്പോൾ ഒന്ന് ലാബ് ഉണ്ടാവില്ല, ഞായറാഴ്ചയും കൂടിയല്ലേ. അപ്പോൾ ഇല്ലെങ്കിൽ അത് അവിടുത്തെ നീതിയിൽ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരം ഇവിടുന്ന് ചാലിയത്തേക്കുണ്ട്. മണ്ണൂർ വളവിൽ നിന്ന് നേരിട്ട് പോവുകയാണ്. ഇപ്പം ഞങ്ങൾ പഴയ ബാങ്കൊക്കെ എത്താനായിട്ടേ ഉള്ളൂ. അപ്പം നേരെ മെയിൻ റോഡിന് പോയി ഇതാ ചാലിയം ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തി. അവിടെ നീതി ഉണ്ട് കേട്ടോ. അവിടെ പോയപ്പോൾ ആശുപത്രി തുറന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് ടെസ്റ്റ് ചെയ്യുക. എന്നാൽ പിന്നെ എനിക്ക് നാളെ വന്നിട്ട് ഈ മണ്ണൂർ വളവിൽ നിന്ന് ടെസ്റ്റ് വാങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് കയറിയിട്ട് ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഈ ടെസ്റ്റും കൂടി ഇവിടെ നിന്ന് വാങ്ങിയിട്ട് നേരെ ആശുപത്രിയിൽ കയറി കാണിച്ചിട്ട് വീട്ടിലേക്ക് പോകാമല്ലോ. അങ്ങനെ പ്ലാൻ ചെയ്ത് ഞങ്ങളവിടെ ബ്ലഡൊക്കെ കൊടുത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്നും കുത്തി ഗൈസ് എന്നെ ഒരു കുത്ത്. അങ്ങനെ ഫാമിലി ഹെൽത്ത് സെൻറ്റർ ചാലിയം, കുടുംബാരോഗ്യ കേന്ദ്രം ചാലിയം. അപ്പോൾ നല്ല അടിപൊളി ഹെൽത്ത് സെൻറ്റർ ആട്ടോ. പക്ഷേ എല്ലാ വലിയ ടെസ്റ്റുകളൊക്കെ നമ്മൾ പുറമേ നിന്നും ചെറിയ ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്നും, അതെല്ലാ ഗവൺമെൻറ് ആശുപത്രികളിലുള്ളൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ചാലിയം ഹാർബറിലേക്ക് പോയിട്ട് ഗൈസ്, ഇന്ന് നല്ലോണം മീനുണ്ട്. പക്ഷെ നമുക്ക് കൂട്ടാൻ പറ്റിയ മീനൊന്നുമില്ല, എല്ലാം വലിയ വലിയ മീനുകളാണ്. ഇതൊന്നും നമ്മൾ കൂട്ടൂല കേട്ടോ. പിന്നെ കോരൊക്കെ ഉണ്ട്, അതിൻ്റെ അടുത്തേക്കൊന്നും അടുക്കാൻ വയ്യ, അമ്മാതിരി വിലയാണ്. അപ്പോൾ ഇവിടെ ലേലം വിളി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഒരുപാട് ആളുകൾ, നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ മീൻ വാങ്ങാൻ വന്നത്, എല്ലാവരും മീൻ വാങ്ങുന്ന തിരക്കിലാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഇത് അന്തരീക്ഷം ഒന്ന് കാണിച്ചു തന്നേന്നുള്ളൂ കേട്ടോ. നല്ല കറക്റ്റായിട്ട് ഞാൻ വല്ലാണ്ട് വ്ളോഗൊന്നും എടുത്തില്ല. ഇവിടെ ഞാൻ ഒരുപാട് വട്ടം കാണിച്ചതാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. അതുകൊണ്ടാട്ടോ അങ്ങനെ വ്ളോഗ് എടുത്തത്. പിന്നെ ഇന്ന് ബോട്ട് വന്നത്, അതുകൊണ്ടാണ് ഭയങ്കര ചാകരയുണ്ട്, നല്ലോണം മീൻ ഉണ്ട് ഇന്ന്. അപ്പോൾ ഒരുപാട് വണ്ടികളിലേക്ക് മീനും ഞണ്ടും ഒക്കെ കയറ്റി അയക്കണമുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന്. ഇപ്പോൾ ഇതാ സൂതുണ്ട്, വലിയ കോരയുണ്ട്. ഇതാട്ടോ ഗൈസ് കോര എന്ന് പറയുന്നത്, ചുവന്ന കോര. പിന്നെ വലിയ കറുത്ത ആവോലിയുണ്ട്. പിന്നെ പപ്പൻസ് എന്ന് പറഞ്ഞൊരു മീൻ, എന്തൊക്കെയോ മീനുകളുണ്ട് ഗൈസ്. ഇതിൻ്റെ പേരൊന്നും വല്ലാണ്ട് എനിക്കറിയില്ല. പിന്നെ അതാ സ്രാവ് കണ്ടോ, 2 സ്രാവ്.
അതൊക്കെ കണ്ടിട്ട് ഇവിടുന്ന് മീൻകാരും ലേലം വിളിച്ച് കൊണ്ടുപോകും. പിന്നെ നമുക്ക് സാധാരണക്കാർക്ക് ഇതേപോലെ വന്നിട്ട് വാങ്ങിയും പോവാട്ടെ. പിന്നെ വലിയ കൂന്തൾ, എന്താ പറയുക, ഇവിടെ ഇല്ലാത്ത മീനില്ല എന്ന് തന്നെ പറയാം. അത്രയും ഇവിടെ ഇങ്ങനെ ഒരു കച്ചവടമൊന്നും ഇല്ലേനിട്ട്. അപ്പോൾ കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ ഇങ്ങനെ ഒരു കച്ചവടമൊക്കെ തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ ഇവിടുന്ന് ബോട്ട് വരുമ്പോൾ താഴെ കുറച്ച് കുമ്മി കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ ലേലം വിളിച്ചിട്ട് മീൻകാർ കൊണ്ടുപോകലാണ്. പിന്നെ നേരെ ലോഡിങ് വണ്ടികളിലും കൊണ്ടുപോകണതാണ്. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു മേശക്കെട്ടുള്ള ഒരു പരിപാടി തുടങ്ങിയത്. അങ്ങനെ അതൊക്കെ നോക്കി കണ്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഒരു ഫാമിലി വന്നിട്ട് ഞണ്ട് വാങ്ങുകയാണ് കേട്ടോ. ഞണ്ടിന് 250 രൂപ എന്നാണ് പറയുന്നത്. പക്ഷേ വലിയ കാമ്പൊന്നും തോന്നണില്ല കേട്ടോ അത് കണ്ടിട്ട്. കാമ്പ് എന്ന് പറഞ്ഞാൽ ഇറച്ചി എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മീൻ വാങ്ങാതെ നേരെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇനി സമയമില്ല, ഞങ്ങൾ അവിടെ ഒരു മീൻകാരൻ വരും, നമ്മൾ ആ ബോക്കർക്കാക്ക് വരും. അപ്പോൾ സിനേട്ടൻ പറഞ്ഞു നമ്മൾ വേഗം പോകുക, അപ്പോൾ ബോക്കർക്കാക്ക വന്നാൽ നമുക്ക് വാങ്ങാമെന്ന്. അങ്ങനെ കേസ് ഞങ്ങൾ നേരെ മണ്ണൂർ വളവിലേക്ക് തന്നെ വന്നു കേട്ടോ. കാരണം അതാ ചെറിയൊരു തുണി ഷോപ്പിൽ കയറി. നമുക്ക് ചെറിയ അല്ലറ ചില്ലറ സാധനം. അപ്പോൾ ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഗൈസ്. അപ്പോൾ ഇതൊരു 2-3 വാങ്ങാണ്ടേനി, അത് വാങ്ങി. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട് ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് കുറേ നേരം നിന്ന്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി. അപ്പോഴേക്കും അമ്മ അവിടെ തുണി അലക്കലും ചോറ് വെക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ രാവിലെ പുട്ടും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണ്. ബാക്കി പണികൾ ഇനി കറി വെക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്ദുമോളും ഉറങ്ങി എണീച്ചിട്ടൊന്നുമില്ല. ഞങ്ങളിതാ 10 മണി ആകുമ്പോഴേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഇനി ബാക്കി പണികൾ തുടങ്ങണം, ചായ കുടിക്കണം, അങ്ങനെ ചില്ലറ പണികളൊക്കെ ഉണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നേരം വൈകി എണീക്കാമെന്ന് വിചാരിച്ചാൽ, പക്ഷെ ഒന്ന് നേരത്തെ എണീച്ച്. അപ്പോൾ ചോറ് ആവണേ ഉള്ളൂ കേട്ടോ ഗേസ്. ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്, ചോറൊക്കെ വെച്ചിരുന്നു. ചോറ് വേവാനായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയിൽ കൊണ്ടുവന്ന സൂതമീനുണ്ട്, അതൊന്ന് ഐസൊക്കെ പോക്കി വെള്ളത്തിലിട്ട് വെച്ച്. പിന്നെ ഞങ്ങൾ വരുമ്പോൾ വാങ്ങിയ ചൂടമീൻ, ഞങ്ങൾ അബോക്കർക്കാക്കൻ്റെ അടുത്ത് നിന്ന് ചൂടയാണ് വാങ്ങിയത്. അപ്പം അതും കൊണ്ടുവന്നു. ഇനി അത് പൊരിക്കണം, സൂതമീൻ കറി വെക്കണം. പിന്നെ ബീൻസ് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അമ്മ മുറിച്ച് വെച്ചിന്. അപ്പോൾ അടുപ്പ് ചോറ് വെന്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് ഒഴിയല്ലോ. അപ്പം അതമ്മിൽ ഇങ്ങനെ വെച്ച് ഓരോരോ പണികൾ കഴിക്കുക വിചാരിച്ചിട്ടോ. പിന്നെ അത് രാവിലെ കടലക്കറി വെച്ചിട്ടാണ് പോയതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ മക്കൾ എണീച്ചിട്ടില്ല, മോൻ എണീച്ച് പോയി, നന്ദു എണീച്ചിട്ടില്ല. പിന്നെ പുട്ടുണ്ട്, ഇനി അതൊക്കെ ഒന്ന് കൂട്ടി ചായയൊക്കെ കുടിക്കണം. എന്നിട്ട് ബാക്കി പണികളൊക്കെ തുടങ്ങാമെന്നുള്ള ചെറിയൊരു ശ്രമത്തിലാട്ടോ. അപ്പോൾ ഞാനിന്ന് ചെറിയൊരു വ്ളോഗ് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ കേട്ടോ. ഇന്ന് പ്രധാനമായിട്ടും വലിയ കാര്യങ്ങളൊന്നും ഇതിലില്ല. ചെറിയൊരു വ്ളോഗ്, ഞാൻ കറി ഉണ്ടാക്കണതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ജോലികളൊക്കെ കഴിഞ്ഞ് ഞാനിത് അവിടെ ഇരുന്ന് ഞങ്ങളിനി ചോറൊക്കെ തിന്നാനുള്ള പ്ലാനിലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം ലൈവ് ഇട്ടു, അതുകൊണ്ടാണ് കുക്കിംഗ് വ്ളോഗൊന്നും എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ കുക്കിംഗ് ചെയ്തുകൊണ്ട് തന്നെ ലൈവ് ഇട്ടു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണെന്ന്. അപ്പോൾ ഞാൻ എന്തൊക്കെയോ ഇതിൽ പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ തസീനുമായിട്ടും അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മ അടുക്കളയിൽ പപ്പടം കാച്ചാൻ പോയിന്. അപ്പം ഇനി ചോറ് തിന്നാന്ന് പറയുന്നത് 2 മണിയൊക്കെ ആവാനായിട്ടേ ഉള്ളൂ. ഇനി ചോറ് തിന്ന് പിന്നെ നമ്മൾ ഈ വീഡിയോ ഉള്ളതൊന്ന് എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം അങ്ങോട്ട് പൂർത്തിയായി. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്ത് എൻ്റെ ഷോർട്സൊക്കെ ഒന്ന് കണ്ട് ഒന്ന് ഉഷാറാക്കി തരണം കേട്ടോ. അപ്പോഴേക്കും പപ്പടമൊക്കെ കാച്ചി മേശമേലെത്തിയാണ്. ഇനി ചോറൊക്കെ തിന്നണം ഗൈസ്. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ബൈ ഉണ്ട് കേട്ടോ. ഓക്കെ, ബൈ.